നമസ്കാരം, ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിൽ ഇന്നൊരു വിവര പുസ്തകമുണ്ട്. കഴിവ് എന്ന പേരുള്ള ഒരു ഇന്റർനാഷണൽ ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് അക്കാഡമിയെ കുറിച്ചുള്ളതാണ്. വിദ്യാഭ്യാസം, ജീവിതം, പിന്നെ സമൂഹം, ഇതിനെയൊക്കെ തികച്ചും പുതിയൊരു കണ്ണിലൂടെ കാണാൻ പ്രേരിപ്പിക്കുന്ന ചില ആശയങ്ങൾ ഇതിലുണ്ട്. അതെ, ഈ പുസ്തകം വെറുതെ ഒന്ന് ഒരു ഓടിച്ചു നോട്ടം എന്നതിലുപരി ഇതിലെ ആശയങ്ങളെ ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. എന്താണ് ഇവരുടെ ശരിക്കുള്ള ലക്ഷ്യം? ഇവർ പറയുന്ന ഈ പുതിയ വിദ്യാഭ്യാസ രീതി അതൊക്കെ പ്രായോഗികമാണോ? അതെ, പിന്നെ യോഗയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതെങ്ങനെയാണ് ഒരേ കുടക്കീഴിൽ വരുന്നത്? അതെ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചികഞ്ഞെടുക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് അൺപാക്ക് ദിസ്. അപ്പൊ ആദ്യം തന്നെ ഈ പേര് കഴിവ്, ഇതൊരു മലയാളം വാക്കാണല്ലോ അല്ലേ? ഒരു അന്താരാഷ്ട്ര സ്ഥാപനത്തിന് ഈ പേര് വരാൻ എന്തായിരിക്കും കാരണം? എവിടെ നിന്നാണ് ഈ ഒരു ആശയം തുടങ്ങുന്നത്? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കഴിവ് എന്ന മലയാളം വാക്കിൽ നിന്നാണ് ഇതിന്റെ ഒരു തുടക്കം. ഇവരുടെ ഒരു അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. ഒരു 3 പടികളായിട്ട് നമുക്ക് പറയാം. 1, സമൂഹത്തില് ആളുകൾ അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് സർവേകളിലൂടെ കണ്ടെത്തുക. ഓക്കെ. 2, ഓരോ വ്യക്തിയുടെയും കഴിവുകൾ ഉപയോഗിച്ച് ആ പ്രശ്നങ്ങൾക്ക് ഒരു പ്രാക്ടിക്കലായ പരിഹാരങ്ങൾ ഉണ്ടാക്കുക. പിന്നെ 3-മതായി ആ പരിഹാരങ്ങൾ ഒരു സേവനമായിട്ട് സമൂഹത്തിലേക്ക് തിരികെ കൊടുക്കുക. അപ്പൊ പ്രശ്നം കണ്ടെത്തുന്നു, കഴിവ് കൊണ്ട് പരിഹരിക്കുന്നു, പിന്നെ അത് സമൂഹത്തിന് തിരികെ നൽകുന്നു. അതെ, അത് തന്നെ. ഇതാണ് ഇവരുടെ പ്രവർത്തനത്തിന്റെ ഒരു കാതൽ എന്ന് പറയുന്നത്. സമൂഹത്തിലെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഇവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI ഉപയോഗിക്കുന്നു എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. അത് കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ അതെങ്ങനെയാണ് പ്രായോഗികമായി നടപ്പാക്കുന്നത്? പുസ്തകത്തിൽ അതിന്റെ ഒരു ടെക്നിക്കൽ വശം അത്ര ആഴത്തിൽ പറയുന്നില്ല. പക്ഷെ അതിന്റെ ഒരു പ്രവർത്തന രീതിയെക്കുറിച്ച് രൂപരേഖ നൽകുന്നുണ്ട്. ഇവർക്ക് 4 ഘട്ടങ്ങളുള്ള ഒരു പ്രവർത്തന ശൈലിയുണ്ട്. 4 ഘട്ടങ്ങളോ? അതെ. 1-മതായി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ AI ടൂളുകൾ ഉപയോഗിച്ച് വലിയ അളവിലുള്ള ഡേറ്റ അനലൈസ് ചെയ്യും. എന്നിട്ട് സമൂഹത്തിലെ പ്രശ്നങ്ങളുടെ ഒരു പാറ്റേൺ കണ്ടെത്തും. അതായത് സോഷ്യൽ മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ ഫോറങ്ങളിൽ നിന്നൊക്കെ ആവാം അല്ലേ? അതെ, ഒരു പക്ഷെ അതാവാം. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ആളുകൾ തുറന്നു പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പോലും ഈ ഡേറ്റ പാറ്റേണുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു ഡേറ്റ ഡ്രിവൺ അപ്രോച്ച് ആണ്. എന്നിട്ട് ഈ പ്രശ്നം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അതാണ് 2-മത്തെ ഘട്ടം. ഇങ്ങനെ കണ്ടെത്തുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് ഒരു ഗവേഷകരുടെ ടീമിനെ ചുമതലപ്പെടുത്തും. റൈറ്റ്. അവർ അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് ഏറ്റവും നല്ലൊരു പരിഹാരം ഡിസൈൻ ചെയ്യും. 3-മത്തെ ഘട്ടത്തിൽ ഒരു ഡയറക്ടർ ബോർഡ് ഈ പ്രവർത്തനങ്ങൾ എത്രത്തോളം വിജയകരമാണ്, എവിടെയൊക്കെയാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്നൊക്കെ ഒന്ന് വിലയിരുത്തും. ഒരു ക്വാളിറ്റി ചെക്ക് പോലെ. അതെ. അവസാനമായി ഈ കണ്ടെത്തിയ പരിഹാരങ്ങൾ അത് ചിലപ്പോൾ ഒരു പുതിയ കോഴ്സ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു സേവനം. അതെ, ഒരു സേവനമാവാം. അത് ഇവരുടെ സേവന കേന്ദ്രങ്ങൾ വഴി ആളുകളിലേക്ക് എത്തിക്കുന്നു. അപ്പോ ഇതൊരു സർക്കിൾ പോലെയാണ്. ശരി. ഒരു വശത്ത് AI, ഡേറ്റ അനാലിസിസ്, റിസർച്ച് ടീമുകൾ, വളരെ മോഡേൺ ആയൊരു പ്രവർത്തന രീതി. ഹിയേഴ്സ് വെയർ ഇറ്റ് ഗെറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മുഴുവൻ സിസ്റ്റത്തിന്റെയും ആണിക്കല്ല് യോഗയാണെന്നാണ്. അതൊരു വലിയ ചാട്ടമായിട്ട് തോന്നുന്നു. എങ്ങനെയാണ് ഇത്രയും ടെക്നോളജി ബേസ്ഡ് ആയ ഒന്നിനെ യോഗയുമായി ഇവർ കണക്ട് ചെയ്യുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. കാരണം നമ്മളിൽ പലരും യോഗ എന്ന് കേൾക്കുമ്പോൾ ശരീരത്തിന്റെ കുറച്ച് വ്യായാമങ്ങൾ മാത്രമാണ് ഓർക്കുന്നത്, അല്ലേ? അതെ, ശാരീരികമായ ഫ്ലെക്സിബിലിറ്റി, അത്രയുള്ളൂ. എന്നാൽ കഴിവ് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടിൽ യോഗ എന്നത് ശരീരത്തിനപ്പുറം മനസ്സിനെയും ജീവിതത്തെയും ഒന്ന് ചിട്ടപ്പെടുത്തുന്ന ഒരു സമഗ്രമായ രീതിയാണ്. ഈ പുസ്തകം അനുസരിച്ച് യോഗയിലൂടെ ഒരുപാട് ഗുണങ്ങൾ കിട്ടും. അച്ചടക്കം, ഏകാഗ്രത, ആത്മവിശ്വാസം, പിന്നെ മാനസികമായ ഒരു കരുത്ത്, ഇതൊക്കെയാണ് പ്രധാനം. അപ്പോൾ മാനസികവും ശാരീരികവുമായ ഗുണങ്ങൾ, അതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ട്. അതിനപ്പുറം സ്വാതന്ത്ര്യം എന്നൊരു ആശയത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. സ്വാതന്ത്ര്യമോ? അതെ, ഇത് രാഷ്ട്രീയ സ്വാതന്ത്ര്യമല്ല, മറിച്ച് നമ്മുടെ തന്നെ മനസ്സിന്റെയും ശരീരത്തിന്റെയും പരിമിതികളിൽ നിന്നുള്ള ഒരു മോചനം. ഓക്കെ, എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്നൊരു മാനസികമായ തടസ്സത്തിൽ നിന്നുള്ള മോചനം. എക്സാക്ട്ലി. അതുപോലെ സന്തോഷം, സമാധാനം, സാമ്പത്തിക ഭദ്രത, സുരക്ഷിതത്വം, ഇതെല്ലാം യോഗയിലൂടെ നേടിയെടുക്കാവുന്ന ജീവിതത്തിന്റെ ഭാഗങ്ങളായിട്ടാണ് ഇവര് കാണുന്നത്. ഓക്കെ, അപ്പോൾ യോഗ എന്നത് ഒരു ജീവിത രീതിയാണ്. ശരി, ഈ ആശയങ്ങളെയെല്ലാം എങ്ങനെയാണ് ഇവരൊരു വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാക്കുന്നത്?
അവിടെയാണ് ദ A to Z ഓഫ് ലൈഫ് എന്ന ആശയം വരുന്നത്, അല്ലേ? അതെ, അവിടെയാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കഴിവ് എന്ന സ്ഥാപനത്തിന്റെ വിദ്യാഭ്യാസ രീതിയുടെ നട്ടെൽ എന്ന് തന്നെ നമുക്ക് പറയാം ഈ ദ A to Z ഓഫ് ലൈഫ് എന്ന ചട്ടക്കൂടിനെ. വ്യക്തിപരവും സാമൂഹികമായ വളർച്ചയ്ക്ക് വേണ്ട ഒരു 30 തത്വങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 30 തത്വങ്ങളോ? അത് കുറച്ച് കൂടുതലാണല്ലോ. അതെ, ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, ജനനം മുതൽ മരണം വരെ ഒരു വ്യക്തിക്ക് പിന്തുടരാവുന്ന ഒരു പഠന പ്രക്രിയയായാണ് ഇവർ ഇതിനെ കാണുന്നത്. അപ്പോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അതൊന്ന് വിശദമാക്കാമോ? കാരണം ഇതാണ് അവരുടെ വിദ്യാഭ്യാസ രീതിയുടെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് വ്യക്തമായി അറിയണമല്ലോ. തീർച്ചയായും ഇത് അവരുടെ സിസ്റ്റത്തിന്റെ കാതലായതുകൊണ്ട് മുഴുവനായി കേൾക്കുന്നത് നല്ലതാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ A മുതൽ Z വരെയുള്ള 26 തത്വങ്ങളും പിന്നെ യോഗയിലെ 4 പ്രധാന മാർഗങ്ങളും, അങ്ങനെയാണ് ഈ 30 തത്വങ്ങൾ വരുന്നത്. ഓക്കെ, ഞാനതൊന്ന് വായിക്കാം. A ഫോർ ആക്ഷൻ, സജീവമായ പ്രവർത്തനം. B ഫോർ ബിലീഫ്, ആത്മവിശ്വാസം. C ഫോർ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. D ഫോർ ഡിസിപ്ലിൻ, ആത്മനിയന്ത്രണം. E ഫോർ എക്സസൈസ്, വ്യായാമം. F ഫോർ ഫോക്കസ്, ഏകാഗ്രത. G ഫോർ ഗുണാസ്, സത്വം, രജസ്, തമസ്. H ഫോർ ഹെൽത്ത്, ആരോഗ്യം. I ഫോർ ഇൻസൈറ്റ്, ദീർഘവീക്ഷണം. J ഫോർ ജോയിൻ, സഹകരണം. K ഫോർ നോളജ്, പഠനം. L ഫോർ ലൈഫ് ലൈൻ, ജീവിതത്തിലെ താങ്ങും തണലും. M ഫോർ മാനേജ്മെന്റ്, കാര്യനിർവഹണം. N ഫോർ നാച്ചുറൽ, പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതം. O ഫോർ ഔട്ട്ലുക്ക്, ശാന്തമായ ഒരു വീക്ഷണം. P ഫോർ പ്രൊഡക്ടിവിറ്റി, കാര്യക്ഷമത. Q ഫോർ ക്വസ്റ്റ്യൻ, ചോദ്യം ചെയ്യാനുള്ള ഒരു മനോഭാവം. R ഫോർ റെസ്പെക്ട്, ബഹുമാനം. S ഫോർ സേഫ്റ്റി, സുരക്ഷ. T ഫോർ ടാലന്റ്, കഴിവുകൾ കണ്ടെത്തുക. U ഫോർ അപ്ഗ്രഡേഷൻ, സ്വയം മെച്ചപ്പെടുത്തൽ. V ഫോർ വെർച്വൽ, ടെക്നോളജിയുടെ ഉപയോഗം. W ഫോർ വിസ്ഡം, അനുഭവജ്ഞാനം. X ഫോർ എക്സ് ഫാക്ടർ, ഓരോരുത്തരുടെയും സവിശേഷ ഗുണം. Y ഫോർ yield, നേട്ടങ്ങൾ. Z ഫോർ zeal, ഉത്സാഹം. ഇതാണ് 26 അക്ഷരങ്ങൾ. ഇതിന്റെ കൂടെ യോഗയിലെ 4 പ്രധാന വഴികളും ചേർക്കുന്നു. കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ, രാജയോഗ. ഇതെല്ലാം ചേരുമ്പോഴാണ് 30 തത്വങ്ങൾ പൂർണ്ണമാകുന്നത്. സോ വാട്ട് ഇസ് ദിസ് ഓൾ മീൻ? ഇതൊരു വലിയ ലിസ്റ്റാണ്. ഒറ്റയടിക്ക് ചേർക്കുമ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുറെ നല്ല ശീലങ്ങൾ പോലെയുണ്ട്. പക്ഷെ ഇതിന് ചില പാറ്റേണുകൾ കാണാൻ പറ്റുന്നുണ്ട്. ആക്ഷൻ, ഡിസിപ്ലിൻ, പ്രൊഡക്ടിവിറ്റി പോലുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ കാര്യക്ഷമതയെക്കുറിച്ചാണ് പറയുന്നത്. അതെ. അതേസമയം കമ്മ്യൂണിക്കേഷൻ, ജോയിൻ, റെസ്പെക്ട് എന്നിവയൊക്കെ സാമൂഹിക ജീവിതത്തിനാണ് ഊന്നൽ നൽകുന്നത്. അപ്പൊ വ്യക്തിയെയും സമൂഹത്തെയും ഒരുമിച്ച് വളർത്താനുള്ള ഒരു ശ്രമം ഇതിൽ കാണാം. കൃത്യമാണ്. നിങ്ങൾ പറഞ്ഞ ആ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലെ മറ്റൊരു രസകരമായ കാര്യം പഴയതും പുതിയതും തമ്മിലുള്ള ഒരു മിശ്രിതമാണ്. അതെങ്ങനെയാ? ഒരു വശത്ത് ഗുണാസ് പോലെയുള്ള ഭാരതീയ തത്വചിന്തയിലെ ആഴമേറിയ ആശയങ്ങൾ, മറുവശത്ത് വെർച്വൽ, അതായത് ടെക്നോളജിയുടെ ഉപയോഗം. എക്സ് ഫാക്ടർ, പിന്നെ അപ്ഗ്രഡേഷൻ അഥവാ നിരന്തരം സ്വയം പുതുക്കുക എന്നൊക്കെയുള്ള വളരെ ആധുനികമായ ആശയങ്ങളും ഇതിലുണ്ട്. ശരിയാണ്. അപ്പൊ ഇത് പഴയ തത്വങ്ങൾ വെറുതെ ആവർത്തിക്കുകയല്ല. അല്ല, അതിനെ ഇന്നത്തെ ലോകത്തിന് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമമാണ്. പക്ഷെ എനിക്കൊരു സംശയം. A മുതൽ Z വരെ ഇത്രയും ചിട്ടപ്പെടുത്തിയ ഒരു ചട്ടക്കൂട് ഒരു തരത്തിൽ വളരെ കർശനമായി പോകില്ലേ? കുട്ടികളിൽ സർഗാത്മകത വളർത്തുന്നതിന് പകരം ഇതൊരു ചെക്ക് ലിസ്റ്റ് പോലെ ടിക്ക് ചെയ്തു പോകാൻ പ്രേരിപ്പിക്കുമോ? അതൊരു പ്രസക്തമായ ആശങ്കയാണ്. പക്ഷേ ഈ പുസ്തകം പറയുന്നത് ഇതൊരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ രീതിയല്ല എന്നാണ്. ഇത് പ്രായത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്ന ഒരു രീതിയാണ്. ഉദാഹരണത്തിന് ഒരു 2-3 വയസ്സുള്ള കുട്ടികൾ, അവർ കണ്ടും കേട്ടുമാണ് പഠിക്കുന്നത്. അപ്പോൾ അവരെ പഠിപ്പിക്കുന്നത് കഥകളിലൂടെയും പാട്ടുകളിലൂടെയുമായിരിക്കും. ഒരു 4-6 വയസ്സാവുമ്പോൾ സാമൂഹികമായ നിയമങ്ങളെക്കുറിച്ചും മറ്റുള്ളവരുമായി എങ്ങനെ പെരുമാറണമെന്നും പഠിപ്പിക്കുന്നു. 7-9 വയസ്സിലാണ് ഓരോ കുട്ടിയുടെയും വ്യക്തിപരമായ താല്പര്യങ്ങളും കഴിവുകളും കണ്ടെത്താൻ സഹായിക്കുന്നത്. എന്നിട്ട് അതിൽ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുമോ? അതെ. 10 മുതൽ 15 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ കൂടുതൽ ആഴത്തിൽ പഠിക്കാനും ഒരു വൈദഗ്ധ്യം നേടാനും പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഒരു കുട്ടിയുടെ കഴിവിനെ വളരെ ചെറുപ്പത്തിലെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി. എന്റെ ചോദ്യം ഇതാണ്, ഇതിന്റെ എല്ലാം അവസാനം എന്താണ്? ഒരു 15-20 വർഷം ഈ സിസ്റ്റത്തിലൂടെ കടന്നുപോകുന്ന ഒരു വ്യക്തി എങ്ങനെയുള്ള ആളായിരിക്കണമെന്നാണ് കഴിവ് ആഗ്രഹിക്കുന്നത്?
അവരുടെ ലക്ഷ്യങ്ങൾ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവ വളരെ വലുതാണ്. ഒരു സാമൂഹിക പരിവർത്തനം തന്നെ ലക്ഷ്യം വെക്കുന്നതാണ്. പ്രധാനമായും ഒരു 8 ലക്ഷ്യങ്ങളാണ് അവർ എടുത്തു പറയുന്നത്. 1. സ്വന്തമായി ചിന്തിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും കഴിവുള്ള പൗരന്മാരെ വളർത്തുക. അത് വളരെ പ്രധാനമാണ്. 2. മാനസികമായും ശാരീരികമായും പൂർണ്ണ ആരോഗ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക. 3. ജൈവ കൃഷിയും നല്ല ഭക്ഷണ രീതികളും പ്രോത്സാഹിപ്പിക്കുക. നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം. അതെ. 4. ജീവിതത്തോടും രാജ്യത്തോടും പ്രകൃതിയോടും സ്നേഹമുള്ള ഒരു മനോഭാവം വളർത്തുക. പിന്നെ നല്ല മനുഷ്യബന്ധങ്ങൾ ഉണ്ടാക്കാനും അത് നിലനിർത്താനും പഠിപ്പിക്കുക. 6. സമ്പത്തുണ്ടാക്കാനും അത് ശരിയായി വിനിയോഗിക്കാനും പഠിപ്പിക്കുക. ഇതൊക്കെ മഹത്തായ ലക്ഷ്യങ്ങളാണ്. പക്ഷേ ഇതില് ചിലത്, ഉദാഹരണത്തിന് സമൂഹത്തിൽ നിന്ന് മദ്യവും മയക്കുമരുന്നും പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നൊക്കെ പറയുന്നത്, അതൊരു യൂട്ടോപ്യൻ സ്വപ്നം പോലെ തോന്നാം. പലരും പറയും ഇത് പ്രായോഗികമല്ല എന്ന്. അത്രയും വലിയൊരു ലക്ഷ്യം നേടാൻ എന്തെങ്കിലും വ്യക്തമായ പദ്ധതികൾ ഈ പുസ്തകത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം അവർ നൽകുന്നത് സാമ്പത്തികമായ ഒരു സ്വാശ്രയത്വത്തിലൂടെയാണ്. ഏതൊരു വലിയ ആശയത്തിനും നിലനിൽക്കാൻ പണം ആവശ്യമാണല്ലോ. അപ്പോ ഈ പദ്ധതി കേവലം സംഭാവനകളെയോ ഗ്രാന്റുകളെയോ ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നാകരുത് എന്നവർക്ക് നിർബന്ധമുണ്ട്. ഓക്കെ, അപ്പോ സ്വന്തമായി വരുമാനം കണ്ടെത്തണം. അതെ. അതിനായി വളരെ വൈവിധ്യമാർന്ന ഒരു ബിസിനസ് മോഡലാണ് ഇവർ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏകദേശം 35-ലധികം വരുമാന മാർഗങ്ങളെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. 35-ലധികമോ? അതെന്തൊക്കെയാണ്? ആ ലിസ്റ്റ് മുഴുവനായി പറയുന്നതിനേക്കാൾ പ്രധാനം അതിലെ വൈവിധ്യമാണ്. ഒരു വശത്ത് ഓർഗാനിക് നഴ്സറി, മത്സ്യവില്പന, റെസ്റ്റോറന്റ് എന്നിങ്ങനെയുള്ള വളരെ അടിസ്ഥാനപരമായ ബിസിനസ്സുകൾ. ശരി. മറുവശത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസുകൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള AI പ്രോജക്ട് ട്രെയിനിങ്. ഓക്കെ, ഹൈടെക് സംരംഭങ്ങളുമുണ്ട്. അതെ. ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾ, ടൂറിസം, അങ്ങനെ പോകുന്നു. അത് ഇത് കാണിക്കുന്നത് ഏതെങ്കിലും ഒരു വരുമാന മാർഗത്തെ മാത്രം ആശ്രയിക്കാതെ പല മേഖലകളിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശക്തമായ സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നാണ്. അപ്പോ ഇന്നത്തെ ഈ ചർച്ച നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞാൽ, കഴിവ് എന്നത് കേവലം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മാത്രമല്ല. ഒരിക്കലുമല്ല. യോഗ എന്ന പുരാതനമായ ജ്ഞാനത്തെ AI പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിച്ച് A to Z ഓഫ് ലൈഫ് എന്നൊരു ശക്തമായ ചട്ടക്കൂടിലൂടെ സ്വന്തമായി നിലനിൽക്കാൻ കഴിവുള്ള ഒരു സാമ്പത്തിക മാതൃകയിൽ. അതെ, വ്യക്തികളെയും സമൂഹത്തെയും ഒരുപോലെ വളർത്താൻ ലക്ഷ്യമിടുന്ന അതിബൃഹത്തായ ഒരു പദ്ധതിയുടെ രൂപരേഖയാണ് ഈ പുസ്തകം. വാട്ട്സ് ഫാസിനേറ്റിംഗ് ഹിയർ ഇസ്, ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം ഇത് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഒതുങ്ങുന്നില്ല എന്നതാണ്. ജനനം മുതൽ മരണം വരെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലുമുള്ള ഒരു തുടർ പഠന പ്രക്രിയയെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. അറിവ് നേടുന്നതിനപ്പുറം അതുപയോഗിച്ച് എങ്ങനെ നന്നായി ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നു. അതെ. ചുരുക്കത്തിൽ അറിവ് മാത്രമല്ല, ജീവിതത്തിനൊരു മാനുവൽ അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ് നൽകാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചിന്ത. ഈ പുസ്തകത്തിൽ മാനസികാരോഗ്യത്തെക്കുറിച്ച് ഒരു സ്വയം സർവേ നടത്താനുള്ള അവസരമുണ്ട്. അതുപോലെ ഈ A to Z തത്വങ്ങൾ വെച്ച് നിങ്ങളുടെ കുടുംബത്തെ വിലയിരുത്താനും ഒരു ഭാഗമുണ്ട്. അതവിടെ നിൽക്കട്ടെ. നിങ്ങളിപ്പോൾ ഈ കേട്ട 30 തത്വങ്ങളിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള ഒരെണ്ണം, ചിലപ്പോ അത് F ഫോർ ഫോക്കസ് ആകാം, അല്ലെങ്കിൽ C ഫോർ കമ്മ്യൂണിക്കേഷൻ ആകാം, അതുമല്ലെങ്കിൽ U ഫോർ അപ്ഗ്രേഡേഷൻ ആകാം. അതേതായിരിക്കും? ആ ഒരു കാര്യത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് എന്ത് ചെറിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ.